പ്രസവം പോലും ഒരു രോഗമാണ്. 1,50,000 രൂപ ആശുപത്രിയിൽ കൊടുക്കേണ്ട ഒരു രോഗമായിട്ടാണ് നമ്മൾ പ്രസവത്തെ പോലും കാണുന്നത്. പ്രസവം എന്നൊക്കെ പറയുന്നത് ജീവിതവുമായിട്ട് ചേർന്ന നമ്മളുടെ ഒരു എന്താ പറയുന്നത്, അത് ഒരു ജൈവ പ്രക്രിയയാണ് ജീവിതവുമായി ചേർന്ന്. അത് സ്വാഭാവികമായിട്ട് നടക്കേണ്ട. പക്ഷേ അതിപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ആലോചിക്കാൻ ഒക്കുമോ? ഇനി പഴയ കാലത്ത് തൂക്കുന്നതിന്, അതായത് മുറ്റം തൂക്കുവാൻ നമ്മളുടെ അമ്മൂമ്മമാർ നിർബന്ധമായിട്ടും ഈ ഗർഭാവസ്ഥയിൽ നമ്മളുടെ കുട്ടികളോട് പറയുമായിരുന്നു, പെൺകുട്ടികളോട് പറയും. കാരണം അതൊരു, ഈ പറഞ്ഞത് വളരെ ശരിയാണ്, അതൊരു എക്സസൈസാണ്, അതൊരു കായകൽപ്പ ചികിത്സയാണ്. കാരണം അവർ കുനിഞ്ഞും നൂന്നും അത് ചെയ്യുമ്പോൾ ഈ പ്രസവം കുറച്ചുകൂടി എളുപ്പമാക്കാൻ, അന്ന് സിസേറിയൻ അല്ലല്ലോ, പ്രസവം തന്നെയാണ്, അത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഏറ്റവും നല്ല മാർഗമായിരുന്നു ഇതുപോലെയുള്ള, ഇപ്പം അമ്മിക്കല്ലിൽ അരയ്ക്കുക, അതുപോലെ തന്നെ അരി അരയ്ക്കുക, നെല്ല് ഉരുളിൽ കുത്തുക, മുറ്റം തൂക്കുക, തുണി അലക്കുക. ഈ പറയുന്ന ഒരു സാധനവും ഇപ്പം നമ്മൾ ചെയ്യുന്നില്ല. ഇതെല്ലാം പകരമുള്ള യന്ത്രങ്ങളെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പം അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം മിക്കവാറും വീട് വയ്ക്കുന്നതിന് മുമ്പേ മുറ്റം കോൺക്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുറ്റത്ത് ഏതെങ്കിലും തരത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതിയായി മാറിയിട്ടുണ്ട്. വീട് പൂർത്തിയാകുന്നതിന് മുമ്പേ മുറ്റം നമ്മൾ അങ്ങനെ ചെയ്യും. കാര്യം എന്താണ്? രണ്ടാണ് ഗുണം. അതൊരു പകിട്ടാണ്. രണ്ടാമത്തെ കാര്യം, മുറ്റം തൂക്കണ്ട, വെറുതെ ഒന്ന് വല്ലപ്പോഴും ഒന്ന് തൂത്ത് കളഞ്ഞാൽ മതി. അത് ഒരു ആരോഗ്യ ചികിത്സയുടെ ഭാഗമായിരുന്നു നമ്മളുടെ ഓരോ പ്രവൃത്തികളും. അതിൻ്റെ ഗുണം അവരുടെ ആരോഗ്യത്തിൽ എന്നിട്ട് ഇത് ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നഗരത്തിലെ ഹെൽത്ത് ക്ലബ്ബിൽ പോവാണ് നമ്മൾ. അതേസമയം നമ്മുടെ വീടിൻ്റെ മുറ്റവും ചൂലും ഹെൽത്ത് ക്ലബ്ബ് ചെയ്യുന്ന അതേ പ്രയോജനം നടത്തി തന്നിരുന്ന സംഗതിയാണ്. ഒരു ചിലവുമില്ലാതെ, ഒരു പണവും കൊടുക്കാതെ. അത് ഒരു ജീവൽ പ്രക്രിയയായി നടന്നുകൊണ്ടിരുന്ന കാര്യമാണത്. അത് ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ മാസം 1,500 2,000 രൂപ കൊടുത്ത് ദിവസവും സമയം ചിലവാക്കി ഹെൽത്ത് ക്ലബ്ബിൽ പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ കഴിയും. പക്ഷേ അതിപ്പം നമ്മളിപ്പോൾ ഈ പുതിയ കാലത്ത് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പുതിയ വാദഗതികൾ വരും. നമ്മൾ സ്ത്രീപക്ഷ വിരോധികളാണെന്നൊക്കെ വേണമെങ്കിൽ പറയും. ഒന്നുമില്ല. ഇപ്പം നമ്മളൊക്കെ, ഞാൻ ആ ഒരു ഉദ്ദേശത്തോടോ ആ ഒരു ചിന്തയിലോ അല്ല ഇത് പറയുന്നത്. കാരണം അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, അതിന് ചില ഗുണങ്ങളുണ്ടായിരുന്നു. അത് നമ്മളുടെ സ്ത്രീകളുടെ ആരോഗ്യത്തിന്, അവരുടെ സൗന്ദര്യത്തിന്, അവരുടെ മെയ്വഴക്കത്തിന് ഒക്കെ അത് വളരെ ഗുണപരമായി മാറിയിരുന്നു. അതൊരു കായകൽപ്പ ചികിത്സ എന്ന് തന്നെ അടിവരയിട്ട് അതിനെ പറയാൻ കഴിയും. പക്ഷേ അത് ഉപേക്ഷിച്ചു നമ്മൾ. ഇനിയിപ്പോൾ അതിലേക്ക് തിരിച്ചു വരണം. സ്ത്രീകളെല്ലാം നാളെ എഴുന്നേറ്റ് മുറ്റം തൂക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മഹാപാതകമാണ് പറയുന്നതെന്ന് തോന്നും. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്.